ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ സാധാരണ നമ്മൾ ആൽഫബറ്റ്സ് അക്ഷരമാല പഠിക്കുമ്പോൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സി എന്നിങ്ങനെ നമ്മൾ പഠിച്ചു പോകാറാണ് പതിവ്. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഇപ്പം നമ്മൾ ബാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം ഒരു വേർഡ് എഴുതുകയാണെങ്കിൽ ബാറ്റ് BAT, ഇതിനെ നമ്മൾ ബി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ബി അല്ലേ, ഇത് എ. അപ്പം എന്തായി, ഇത് വായിക്കുമ്പോൾ സാധാരണ ഒരു കുട്ടിയെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ഇത് ബാറ്റ് എന്ന് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും സത്യത്തിൽ കുട്ടിയെ സംബന്ധിച്ച് ഇത് BAT എന്ന് പറയുന്ന വാക്കാണിത് ശരിക്കും പറഞ്ഞാൽ. മലയാളത്തിലുള്ള അല്ലെങ്കിൽ ഫോണറ്റിക്കലി എഴുതുന്നതും ലെറ്ററും വാക്കിൽ വരുന്ന ശബ്ദവുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഭാഷകളിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന രീതി അതാണ്. അപ്പം അത്തരത്തിൽ പഠിക്കുന്നതിന് പകരം ഇവ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൽ വൊവൽസിനെ തൽക്കാലം നമ്മൾ മാറ്റി നിർത്തും. കാരണം വൊവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AEIO അല്ലേ, യു, ഇവയെ നമ്മൾ മാറ്റി നിർത്തും. കാരണം ഇവ തരുന്ന ശബ്ദങ്ങൾ പല രീതിയിൽ മാറ്റം വരാറുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് കൂടാതെ Y എന്ന് പറയുന്ന വൊവൽ അല്ലാത്ത എന്നാൽ വൊവൽ സ്വഭാവം കാണിക്കുന്ന ലെറ്ററിനെയും ആൽഫബറ്റിനെയും ഒരു പ്രത്യേക ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നീട്. അപ്പോൾ തൽക്കാലം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റേഴ്സ്, അവയുടെ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് കോൺസണൻസ് ആണ്, അതായത് വൊവൽ അല്ലാത്ത ബാക്കിയുള്ള ആൽഫബറ്റ്സ്. അപ്പോൾ അതിലാദ്യം ഇത് തരുന്ന സൗണ്ട് എന്ന് പറയുന്നത് ബ. അത് മലയാളത്തിലുള്ള പോലെ ബ എന്ന് പഠിപ്പിക്കരുത്, ബ എന്ന് വെച്ചിട്ട്, എന്നാൽ ആ ഒരു ലോപിച്ച രീതിയിൽ ബി എന്ന ശബ്ദം ബ അതിൻ്റെ ആരംഭത്തിലുള്ള സൗണ്ട് എന്താണോ അത് മാത്രമേ നമ്മൾ പഠിപ്പിക്കേണ്ടുള്ളൂ. ബ എന്നുള്ള സൗണ്ടാണ്. ബ എന്ന് പറഞ്ഞ് മലയാളീകരിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ബ. ഇനി അടുത്തത്, ഇത് തരുന്ന ശബ്ദങ്ങൾ ക്ക്, സ് അല്ലെ, ക്ക് എന്നുള്ള സൗണ്ട്സ് ആണ് വരിക. കാരണം എന്താ, ക്രിക്കറ്റ് അല്ലെങ്കിൽ കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ ക്ക് എന്നുള്ള സൗണ്ടാണ് വരുന്നത്. നേരെ മറിച്ച് നൈസ് അല്ലെ ഫേസ് എന്നൊക്കെ വരും എന്നുള്ള സൗണ്ടാണ് വരുന്നത്. അപ്പോൾ രണ്ട് സൗണ്ട്സ് ആണ് സി എന്നുള്ള ആൽഫബറ്റിന് വരുന്നത്. ഒന്ന് ക്ക്, ഒന്ന് സ്, ഡ അല്ലേ. അടുത്തത് ഈ ആവശ്യമില്ല, കാരണം അത് വൊവലാണ്. എഫ് എന്ന് പറയുന്നത് ഫ് അല്ലേ, എന്നുള്ള സൗണ്ടാണ് അതിന് വരുന്നുണ്ടാവുക. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇനി നോക്കാം. അപ്പോൾ ഇതുവരെയുള്ളത് നമ്മൾ നോക്കി. ഇനി നോക്കാൻ പോകുന്നത് ഗ. ഇതൊരു വാക്കിന്റെ തുടക്കത്തിലൊക്കെ ആണെങ്കിലാണ് ഈ സൗണ്ട് വരിക. അതല്ലെങ്കിൽ ഉള്ളത് നമ്മൾ പിന്നീട് ഒരു ചാപ്റ്റർ നോക്കും. ഇതേ ചാപ്റ്റർ തന്നെ കോമ്പിനേഷൻ എടുക്കും, നമുക്ക് നോക്കാം. ഇത് ജ്. ഇവിടെ ജിക്ക് ഗ കൂടാതെ ജ് എന്ന് പറഞ്ഞ സൗണ്ടും വരാറുണ്ട്, ജ്. അപ്പൊ ഇത് നമ്മൾ ആലോചിക്കണം. സി വരുമ്പോഴും ക്ക് എന്ന സൗണ്ട് വന്നിരുന്നു, കെ വരുമ്പോഴും വരുന്നുണ്ട്. ഇനി സി കെ വരുന്നുണ്ടെങ്കിലും ക്ക്, അത് ചിലപ്പോൾ ഒന്ന് കനം കൂട്ടി ക്ക് എന്നാവാറുണ്ട്. എന്നാലും സി കെ വരുമ്പോഴും അത് ക്ക് എന്നുള്ള സൗണ്ട് ആണെന്നുള്ളത് നമ്മൾ ആലോചിച്ച് വെക്കണം. അത് കുട്ടി എപ്പോഴും ഓർമ്മിപ്പിക്കുക. അടുത്ത ഏതാ, എൽ എന്ന ആൽഫബറ്റ് ആണ്. അപ്പൊ അതിനെന്താ വരിക, ല് അല്ലെങ്കിൽ ല് വരാം, അല്ലെങ്കിൽ ല് ല് എന്നല്ല അല്ലേ. എന്നാണ് ഇത്, പക്ഷെ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. അടുത്തത് പി ആണെങ്കിൽ പ അല്ലേ. ഈ ക്യൂ വരുന്നുണ്ടെങ്കിലോ, ക്യൂ ആണെങ്കിൽ ക്ക് ക്ക് എന്നുള്ള സൗണ്ട് ആയിരിക്കും. അതായത് സിക്ക് വരുന്ന കെക്ക് വരുന്ന സൗണ്ട് തന്നെയാണ് ക്യൂവിനും വരുന്നത്, ക്ക് അല്ലേ. ർ അല്ലേ, ർ എന്നുള്ള സൗണ്ടാണ് ആറിന് വരുന്നത്. എസ് ആണെങ്കിൽ ടി ആണെങ്കിൽ ഒന്നുകിൽ ട് അഥവാ ട് അല്ലെങ്കിൽ ട്, ഇതിലേത് വേണമെങ്കിലും വരാം. ട് ട് ഇതിലേത് വേണമെങ്കിലും വരാൻ പറ്റും. യു എന്ന് പറയുന്നത് ഒരു വൊവലാണ്. അപ്പോൾ അത് നമ്മൾ പിന്നീട് നോക്കും. വി ആയാലും ഡബ്ല്യു ആയാലും വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് വ് വ്
ഇനി എക്സ് ആണെങ്കിൽ ഈ സൗണ്ടാണ് എന്നുള്ള സൗണ്ടാണ് വരുന്നുണ്ടാവുക. ഇനി സെഡ് ആണെങ്കിൽ അത് മലയാളത്തിൽ നമുക്ക് എന്ന് തന്നെ നിങ്ങൾ ആലോചിച്ചാൽ എന്നുള്ള സൗണ്ട് ആയിരിക്കും വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കോൺസണൻസിന്റെ സൗണ്ട് നമ്മൾ മുഴുവനും നോക്കി. ഈ കോൺസണൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് വവ്വലുകളല്ലാത്ത കോൺസണൻസ് രണ്ടും ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ അവരുടെ ശബ്ദം ആഡ് ആവുകയാണ് പൊതുവേ ചെയ്യുക. അതായത് അതിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അതായത് ഇപ്പോൾ CR എന്ന് എഴുതിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഇതിന് ക്ക് എന്നുള്ള സൗണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സിയുടെ സൗണ്ട് എന്ന് പറയുന്നത് ക്ക്, ആറിന്റെ സൗണ്ട് എന്ന് പറയുന്നത് റ്. അപ്പൊ കൃ, അപ്പൊ ഇത് കൃ എന്നുള്ള ശബ്ദമായിരിക്കും ഇത് തരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് കോൺസണൻസ് ആണെങ്കിൽ അവയുടെ കോമ്പിനേഷന്റെ ശബ്ദങ്ങളും എളുപ്പം പറയാൻ പറ്റും. അപ്പൊ കുട്ടീനെ ഈ ചാപ്റ്ററിൽ ചെയ്യിപ്പിക്കേണ്ട ഇത്തരം കോമ്പിനേഷൻസ് എഴുതിയിട്ട്, ഇപ്പൊ ഇതാണെങ്കിൽ എന്താ ബ്ല ബ്ല അല്ലെ. ഇനി അതല്ലെങ്കിൽ BR, അപ്പൊ ബ്ര ബ്ര അല്ലെ. ഈ സൗണ്ട് ആയിരിക്കും ഇതിൽ വരുന്നുണ്ടാവുക എന്നുള്ളത് നമ്മൾ ഓർമ്മിപ്പിക്കുക. ഇനി അതിലാകെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എച്ച് വരുമ്പോൾ ചില സമയങ്ങളിൽ വ്യത്യാസം വരാറുണ്ട്. അതായത് CH എന്ന് വരുന്നുണ്ടെങ്കിൽ അത് ഇതിപ്പോൾ സാധാരണ ഇതിൽ ക എന്നും ഹ എന്നുമാണ്. പക്ഷെ ക ഹ എന്നുള്ള സൗണ്ടിന് CH വരുമ്പോൾ അതിന് പൊതുവേ വരുന്ന ശബ്ദം ച് എന്നാണ്. ഇനി PH ആണെങ്കിൽ അതിന് ഇത് വർക്ക് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. ആ ചാർട്ട് നോക്കുക നിങ്ങൾ. ഫ് എന്നായിരിക്കും. PH എന്ന് പറയുമ്പോൾ ഫ് എന്നായിരിക്കും. അല്ലെങ്കിൽ TH എന്ന് പറയുമ്പോൾ എന്തായി ത്, അല്ലെങ്കിൽ ദ്. ഇപ്പോൾ തെർമൽ അപ്പോൾ TH ആണ്. താങ്ക് യു TH ആണ് വരുന്നത്. ത് എന്നുള്ള സൗണ്ടാണ് വരുന്നത്. നേരെ മറിച്ച് ദേ എന്നാകുമ്പോൾ TH തന്നെയാണ് വരുന്നത്. ദ എന്നുള്ള സൗണ്ടാണ് അവിടെ വരുന്നുണ്ടാവും. അപ്പോൾ THന് വരുന്നത് ത് അല്ലെങ്കിൽ ദ് എന്ന ശബ്ദമാണ്. ഇനിയിപ്പോൾ SH ആണെങ്കിൽ ഷ് ഷ് ഷൂ ഷൂ എന്നുള്ള സൗണ്ട്. അപ്പോൾ ഈ എച്ച് വരുന്ന ഈ 4 കേസും ശ്രദ്ധിച്ച് വെക്കണം. അതല്ലാത്ത കേസുകളൊക്കെയാണ് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അതത് ലെറ്റേഴ്സ് ആൽഫബറ്റ്സിന്റെ സൗണ്ട് ജസ്റ്റ് ആഡ് ചെയ്ത് ചിന്തിച്ചാൽ മതി. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഇപ്പോൾ ഒരു BR എന്നാണ് ബ്ര എന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ PL എന്നാണെങ്കിൽ എന്താ വരിക, PL എന്നാണെങ്കിൽ പ്ല, ഇത് പ്ല അല്ലെ. ഇത്തരത്തിൽ നമുക്ക് കോൺസണൻസിന്റെ കോമ്പിനേഷന്റെ സൗണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് പ്രാക്ടീസ് ചെയ്ത് ഓരോ ഗ്രൂപ്പും എങ്ങനെ വരും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മുന്നേറി കഴിഞ്ഞു. നമ്മൾ ഈ ഒരു ഇംഗ്ലീഷിലെ റീഡിങ് റൈറ്റിംഗിൽ ഒരുപാട് പ്രോഗ്രസ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സസൈസ് വർക്ക് ബുക്കിലുണ്ട്, അത് ചെയ്യിപ്പിക്കുക. അതിന് ശേഷം അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം.